നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ മാലി സന്ദർശനവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ എപ്പിസോഡാണ് ഇത്. മാലിയിൽ ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം. നാളെ ഒരു ദിവസം കൂടി മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ കാണുകയുള്ളൂ. രാവിലെ തന്നെ ഞങ്ങളുടെ കോട്ടേഷനിൽ നിന്നിറങ്ങി വെളിയിലുള്ള ഈ ദ്വീപുകളെല്ലാം ഒന്ന് ചുറ്റിക്കിറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ കാണുന്നത് ഈ ദ്വീപിലേക്ക് വരുന്ന പുതിയ വിസിറ്റേഴ്സിനെയും അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന ആൾക്കാരെയും കയറ്റിക്കൊണ്ട് പോകുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്ക് പിന്നിലാൽ ഇപ്പോൾ ഉള്ളത് ഇതെല്ലാം വാട്ടർ വില്ല. കഴിഞ്ഞ എപ്പിസോഡിലും ഞാൻ ഇതേപ്പറ്റി കുറച്ച് വിവരിച്ചിരുന്നല്ലോ. അതിനുശേഷം ഞങ്ങൾ പോയത് ഇവിടെ ഒരു പ്രകൃതി പ്രതിഭാസമായ സാൻഡ് ബാങ്ക് ഉള്ള സ്ഥലത്തേക്കാണ് പോയത്. പ്രകൃതിയുടെ ഒരു ചെറിയ ചുറ്റിക്കളിയാണ് ഈ സാൻഡ് ബാങ്ക് എന്ന പ്രതിഭാസം. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കടലിൻ്റെ ചെറിയ ചെറിയ തിരമാലകൾ രണ്ട് ദിശയിൽ നിന്നും, ഒന്ന് ഈസ്റ്റിൽ നിന്നും ഒന്ന് വെസ്റ്റിൽ നിന്നും സംയോജിക്കുന്ന സ്ഥലത്ത് പ്രകൃതി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ രൂപപ്പെട്ടു വരുന്ന ഒരു സാൻഡ് ബാങ്ക്, മണൽ തരിയുടെ മണൽ തട്ട എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ഇത്. വേലി ഇറക്ക സമയത്ത് ഇത് വളരെയധികം ദൂരയിലേക്ക് പോകും. വേലികയറ്റ സമയത്ത് ഇത് വളരെ കുറച്ച് മാത്രമേ കാണുകയുള്ളൂ. ഇപ്പോൾ വേലിയേറ്റ സമയമാണ്. അത് കാരണം ഈ തിട്ട നമുക്ക് കുറച്ച് മാത്രമേ ആസ്വദിക്കാൻ പറ്റുന്നുള്ളൂ, കാണാൻ പറ്റുന്നുള്ളൂ. വൈകുന്നേരത്തോടു കൂടിയാണെങ്കിൽ ഈ മണൽ തിട്ട അല്ലെങ്കിൽ ഈ സാൻഡ് ബാങ്ക് വളരെ പിന്നിലേക്ക് പോകും. വളരെ സുന്ദരമായ ദൃശ്യമാണ് അത്. അവിടെ നിന്നും ഞങ്ങൾ കരയിലേക്ക് തിരിച്ചു വന്ന് നമുക്കിവിടെ ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം ഈ പ്രദേശം മുഴുവൻ ഒന്ന് കറങ്ങി കാണുക എന്നുള്ളതാണ്. പച്ചപ്പ് നിറഞ്ഞ ഈ ചെറിയ ചെറിയ കുറ്റിക്കാടുകളിലൂടെ ഒരു സഞ്ചാരം. പച്ചപ്പ് സംരക്ഷിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും വേണ്ടി നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ മാത്രമല്ല മറ്റു പലയിടത്തും കാണുന്ന പല ചെറിയ ചെറിയ ചെടികളും ഇവിടെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. വേണ്ട രീതിയിലുള്ള സംരക്ഷണം അവർ അതിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന പല ഇനം ചെടികളും പലതിനും വൃക്ഷങ്ങളും ഇവിടെ നമുക്ക് സർവ്വസാധാരണമായി കാണുന്നുണ്ട്. തെങ്ങാണ് കൂടുതലും അവർ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ നടക്കുമ്പോൾ നമുക്കൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ടായത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ടത്, നടന്നു പോകാനുള്ള വഴികളിലെല്ലാം മിക്കവാറും എല്ലാ വഴികളും തടികൾ കൊണ്ട് നിർമ്മിച്ച് സൂക്ഷ്മമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. കുറച്ച് സമയത്തേക്ക് ഞങ്ങൾ ആ നടവഴിയിൽ നിന്നും ഇറങ്ങി സ്വകാര്യതയോടെ തീരത്തുള്ള ചെറിയ കുറ്റിക്കാടുകളിലൂടെ നടന്ന് ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. നല്ല വെളുത്ത പഞ്ചാര പോലുള്ള മണലുകളാണ് അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്, ഇവിടെ കേരള മോഡലിൽ ഒരു വീടും ഒരു പരിസരവും ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ സ്പാ കേന്ദ്രമാണ് ഇത്. അതിനുശേഷം വീണ്ടും ഞങ്ങൾ കടപ്പുറം സൈഡിലേക്ക് തിരിഞ്ഞു. മറ്റു പല ഭാഗങ്ങളിൽ ചെന്നപ്പോഴും നമുക്ക് നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ പല നിർമ്മിതികളും നമുക്കിവിടെ കാണാനും ആസ്വദിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നത് സ്പായുടെ ഒരു സൈഡാണ്. ഇവിടെയും ഇവിടുത്തെ വിസിറ്റേഴ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ അതിഥികൾ വന്ന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് അവരത് ആസ്വദിക്കുന്നുമുണ്ട്. ഞങ്ങളുടെ സാവകാശം നടന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നടപ്പാതകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം ഇറ്റലിയിൽ നിന്ന് ഇറക്കപ്പെട്ട തടികൾ കൊണ്ടാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇറ്റലിയിൽ നിന്ന് ഞാൻ പറയാൻ കാര്യം, ഈ റിസോർട്ടിൻ്റെ പ്രധാന ആൾ ഇറ്റലി ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ സീ വില്ലകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നതും തടികളിൽ നിന്നാണ്. പലതരം തേക്ക് തടികളും മറ്റു തടികളും കൊണ്ടാണ്. പക്ഷേ ഇവ എല്ലാം തന്നെ ഇറ്റലിയിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണ്. സാവകാശം ഞങ്ങൾ നടന്ന് ദ്വീപിൻ്റെ മറുസൈഡിലേക്ക് എത്തി. മറുസൈഡിലും അവിടെ കുറേ അധികം വാട്ടർ വില്ലകളാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. വേലിയേറ്റ സമയമായത് കാരണം തിരകൾക്ക് അല്പം അല്ലെങ്കിൽ ഓളങ്ങൾക്ക് അല്പം ശക്തി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. എങ്കിലും ഞങ്ങൾ ധൈര്യമായിട്ട് നടന്നു. ആ പാതയിലൂടെ നടന്നു വില്ലകളെ കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് വരെ ചെന്ന് നോക്കി. ചുറ്റും മനോഹരമായ കാഴ്ച. വാട്ടർ വില്ലകൾ തന്നെ. പലയിടത്തും താമസക്കാരുണ്ട്, പക്ഷേ പലരും പല രീതിയിലേക്ക് പോയിരിക്കുകയാണ്. ഈ ദ്വീപിൽ ആഘോഷിക്കാൻ പറ്റിയ ഡൈവിംഗ് സെക്ഷനുണ്ട്. അവിടെയാണ് മിക്കവാറും രാവിലെ എല്ലാവരും പോകുന്നതും കൂടുതൽ വിദേശികളൊക്കെ കൂടുതലായിട്ട് ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നത്. ഞങ്ങൾ ഇതെല്ലാം കണ്ട് സാവകാശം നടന്നുകൊണ്ടേയിരുന്നു. സന്തോഷം, വളരെ ഏകാന്തത, ഒരു പ്രത്യേക വെക്കേഷൻ മൂഡായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. പ്രകൃതിയുടെ ഒരു മനോഹര വിശേഷമായ കടൽ കാണുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും ഒരു പ്രത്യേക അനുഭൂതിയല്ലേ ഉണ്ടാകുന്നത്. പക്ഷേ കടലിൻ്റെ മുകളിൽ കൂടെ ഇത്ര സ്വാതന്ത്ര്യത്തോടുകൂടി നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാലോ ഒന്ന് ആലോചിച്ച് നോക്ക്. വാട്ടർ വില്ലകളാണ് ചുറ്റുമുള്ളത്. ഇതിലൂടെ നടക്കുമ്പോഴുണ്ടാകുന്ന ആ അനുഭൂതി ഒന്ന് അനുഭവിച്ച് തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. വളരെ സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു ഇത്. ഈ ദ്വീപിൻ്റെ സവിശേഷതയെക്കുറിച്ച് ഞാൻ മുൻപ് ഒന്ന് സൂചിപ്പിച്ചിരുന്നല്ലോ. ഇവിടെ പ്രത്യേകമായിട്ടുള്ള താമസക്കാരോ മറ്റു യാതൊന്നും തന്നെ ഇല്ല. ആകെ ഉള്ളത് ഈ ഒരു റിസോർട്ട് മാത്രം.
ഈ റിസോർട്ടിൽ നിന്നാണ് നമുക്ക് ആവശ്യപ്പെടുന്നതും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും നമ്മുടെ സഹായങ്ങളും എല്ലാം നമുക്ക് കിട്ടുന്നത് ഈ റിസോർട്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഈ റിസോർട്ടിലെ തന്നെ ഒരു അസിസ്റ്റൻ്റ് മാനേജറുമായിട്ട് ഞാൻ നടത്തിയ ഒരു അഭിമുഖത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കട്ടെ. എൻ്റെ പേര് രോഹിത് എന്നാണ്. ഞാൻ ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജറാണ്. ഗംഗൈ ഐലൻഡ് റിസോർട്ട് മാൽദീവ്സ്. ഞാനിവിടെ ഈ കമ്പനിയിൽ 2 വർഷമായി ജോലി ചെയ്യുന്നു. നമുക്ക് ഗംഗൈ റിസോർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാം. മാൽദീവ്സിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന റിസോർട്ടുകളിൽ ഒന്നാണ്. ഫസ്റ്റ് ഓവർ വാട്ടർ ബംഗ്ലാവ് ഈ റിസോർട്ടിലാണുള്ളത്. നമ്മുടെ തനതായ ഇന്ത്യൻ സ്റ്റൈലിലാണ് ഇതെല്ലാം രൂപവൽക്കരണം ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ റിസോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന റിസോർട്ടാണ്. ഇന്ത്യ ഫ്രണ്ട്ലി, എല്ലാ സ്റ്റാഫുകളും ഇന്ത്യക്കാരാണ്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവിങ്, നല്ല രീതിയിലുള്ള മസാജ്, പിന്നെ മസാജ് സെൻറ്റർ നമ്മുടെ കേരള രീതിയിലാണ് എല്ലാം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ മാൽദീവ്സിൽ തന്നെ നല്ല ഡൈവിങ്, സ്നോർക്ലിംഗ് സ്പോട്ട് എല്ലാം ഉള്ളത് നമ്മുടെ ഈ ഗംഗൈ റിസോർട്ടിനോടനുബന്ധപ്പെട്ടിട്ടാണ്. പിന്നെ എല്ലാം കൊണ്ടും നമുക്കൊരു പ്രകൃതി രമണീയമായ ഒരു ഫീലിംഗ് ആണ് ഇവിടെ വന്നാൽ കിട്ടുക. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു റിസോർട്ടുകളിൽ ഒന്നാണ് ഗംഗൈ മാൽദീവ്സ്. നമുക്ക് വാട്ടർ ബംഗ്ലാ എന്ന് പറയുമ്പോൾ അതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരളീയ വുഡും കേരളീയ ആർക്കിടെക്ചറും മികവോട് കൂടിയിട്ടാണ്. എടുത്തു പറയത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ റിസോർട്ടും വളരെ ഭംഗി കൂടിയതുമാണ്. എക്കോ ഫ്രണ്ട്ലി, നേച്ചർ ഫ്രണ്ട്ലി ആണ്. അതിൽ കൂടുതൽ എന്താണെന്ന് വെച്ചാൽ മാലിയിൽ നിന്ന് സീ പ്ലെയിനിൽ വരികയാണെങ്കിൽ ഒരു 20-25 മിനിറ്റ്സിൽ നമുക്ക് ഗംഗൈ ഐലൻഡ് റിസോർട്ട് നമുക്ക് റീച്ച് ചെയ്യാൻ കഴിയും. 47 റൂമോട് കൂടി പ്രൗഢഗംഭീരമായ ഒരു റിസോർട്ടാണിത്. നമുക്ക് ബുക്കിംഗ് മുതൽ എയർപോർട്ട് ട്രാൻസ്ഫർ ടു റിസോർട്ട് വരെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് റിസോർട്ടിനോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. റിസർവേഷനിലായാലും ഫ്രണ്ട് ഓഫീസിലായാലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമ്മുടെ ഇന്ത്യക്കാരും കേരളീയരും ഉണ്ട്. നമ്മൾ നോർമലി എല്ലാ പാക്കേജും സെയിൽ ചെയ്യുന്നത് ഫുൾ ബോർഡ് മീൽ പ്ലാനാണ്. ഫുൾ ബോർഡ് എന്ന് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത പാക്കേജാണ് നമ്മൾ പൊതുവെ ഇന്ത്യക്കാർക്ക് വേണ്ടി സ്പെഷ്യൽ റേറ്റ് കൂടെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ മാർക്കറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. 3 ദിവസം മുൻപ് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്റർനാഷണൽ ഫ്ലൈറ്റിനോട് ലിങ്ക് ചെയ്തിട്ടാണ് സീ പ്ലെയിൻ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് അറൈവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് നമ്മുടെ എയർപോർട്ട് റെപ്രസെൻറ്റേറ്റീവ് നിങ്ങളെ റിസീവ് ചെയ്ത് അവിടുന്ന് TMA എന്ന് പറഞ്ഞ സീ പ്ലെയിൻ കമ്പനിയുടെ ടെർമിനലിൽ കൊണ്ടുപോയി ചെക്ക് ഇൻ ചെയ്ത് കയറ്റും. അവിടുന്ന് ഒരു കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം 25 മിനിറ്റ് ദൈർഘ്യത്തോടു കൂടി നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. ഇവിടുത്തെ ഡോളറിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 1000 to 1500 എല്ലാതും അടങ്ങി സീ പ്ലെയിൻ കൂടി നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. എയർപോർട്ട് വരെ ഒരു 4 നൈറ്റ് സ്റ്റേ, ബീച്ച് വില്ല ഒരു 1500 നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഓവർ വാട്ടറാണ്, കുറച്ച് വേരിയേഷൻ വരും, അത്രമാത്രവും ഒന്നും വരില്ല. എന്നാൽ കൂടിയും ഒരു മാക്സിമം 2000 നമുക്ക് ബീച്ച് ബംഗ്ലാവിലും വാട്ടർ ബംഗ്ലാവിലും സ്പ്ലിറ്റ് സ്റ്റേ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പൊതുവെ എല്ലാവരും ചൂസ് ചെയ്യുന്നത് 4 നൈറ്റാണ്. 2 നൈറ്റ് ബീച്ച്, 2 നൈറ്റ് ഓവർ വാട്ടർ. നാട്ടിൽ ഞാൻ പാലക്കാട് പട്ടാമ്പിയാണ് എൻ്റെ സ്വദേശം. താങ്ക് യു വെരി മച്ച്. വീണ്ടും ഞങ്ങൾ നടന്ന് ഈ ദ്വീപിൻ്റെ എൻട്രി പോയിന്റിൽ എത്തി. അവിടെ പുതിയതായിട്ട് വരുന്ന വിസിറ്റേഴ്സിനെ സ്വീകരിക്കുകയും ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തു പോകുന്നവരെ യാത്ര അയക്കുകയും ചെയ്യുന്ന തിരക്കിലാണ്. ചെക്കൗട്ട് ചെയ്യുന്നവരെ തീർച്ചയായിട്ടും അവർ ഒന്നുകിൽ മാലിയിൽ, അതായത് മാലിയുടെ ക്യാപിറ്റൽ സിറ്റിയിൽ കൊണ്ടുവന്ന് ആക്കുകയോ അല്ലെങ്കിൽ സീ പ്ലെയിനിൽ യാത്ര ചെയ്ത് തിരിച്ചു പോകേണ്ടവരെ സീ പ്ലെയിനിൻ്റെ ബർത്തിൽ കൊണ്ടാക്കുകയോ ചെയ്യും. അത് ഇതെല്ലാം നമ്മുടെ കരാറിൽപ്പെട്ടതാണ്. കാരണം മറ്റൊരു ഏജൻസിയോ മറ്റോ ഒന്നും തന്നെ ഇല്ലല്ലോ. ഈ ദ്വീപിൽ വന്നു കഴിഞ്ഞാൽ വരുന്നത് മുതൽ തിരിച്ച് നമ്മുടെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ കിട്ടുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. മുൻകൂട്ടി തന്നെ നമ്മൾ നേരത്തെ തന്നെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസും മറ്റും കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇതുകൊണ്ടും തൃപ്തിപ്പെടാതെ ഇനിയും ബാക്കിയുള്ള സ്ഥലങ്ങൾ കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ച് നടക്കാനിറങ്ങി. സമയം ഉച്ചയോടെ അടുത്ത് വരുന്നുണ്ട്. നടന്ന് ഇനി നമുക്കൊരു വശം കൂടെ ഇവിടെ കാണാൻ വേണ്ടി, ഈ ദ്വീപിൻ്റെ ഒരു വശം കൂടി മാത്രമേ ഇനി നമുക്ക് കാണാനുള്ളൂ. ഞങ്ങൾ ആ വശത്തെ രക്ഷപ്പെട്ട് നടത്തും. ചുറ്റും കാണുന്നത് കേരളത്തിലെ ഒരു ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ നടക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്കുണ്ടാകുന്നത്. ഇത് വാങ്ങിയ അന്നു മുതൽ ഏതാണ്ട് 11 വർഷമായി അന്നു മുതൽ ഇവരിത് ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് തീർച്ചയായിട്ടും ഒരു കേരളത്തിൻ്റെ മുഖച്ഛായ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ രീതികളും നടക്കുന്നത്. പ്രകൃതിദത്തമായ എല്ലാ കാര്യങ്ങൾക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും. ആർട്ടിഫിഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ വെസ്റ്റേൺ രീതിയിലുള്ള മറ്റ് യാതൊന്നും കാണത്തില്ല. പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടും പ്രകൃതിയെ അടുത്ത് അറിഞ്ഞുകൊണ്ടും ഉള്ള ഉൽപ്പന്നങ്ങളും നിർമ്മിതികളുമാണ് ഇവിടെ പൂർണ്ണമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കാണുന്ന സാധാരണപ്പെട്ട ചെറിയ ചെറിയ ചെടികളൊക്കെ ഇവിടെ കൃഷിക്കാൻ സാധിച്ചു. പല രീതിയിലുള്ള പേരുകൾ പറയുന്നില്ല, വളരെയധികം മാവ് ഉൾപ്പെടെ ഉള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. തെങ്ങുകളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കൂടുതൽ ഫലവത്തായിട്ട് വെച്ച് പിടിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത്. ഞങ്ങൾ നടന്ന് വീണ്ടും ആ
മറു സൈഡിലുള്ള ഈ ദ്വീപിൻ്റെ മറു സൈഡിൽ എത്തിക്കഴിഞ്ഞു, അതായത് ഈസ്റ്റ് സൈഡിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെയാണ് ഒരു റെസ്റ്റോറൻറ്റും അതിനോട് അനുബന്ധപ്പെട്ട മറ്റു ചില നിർമ്മിതികളും ഇവിടെയുണ്ട്. ഡൈവിങ്ങിനും മറ്റ് സ്വിമ്മിങ്ങിനും മറ്റു ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട്. മിക്കവാറും എല്ലാം വൈകുന്നേരത്തോടു കൂടിയാണ് സ്വിമ്മിങ്ങിന് വേണ്ടി വരുന്നത്. രാവിലെ ഡൈവിങ്ങും മറ്റും കാര്യങ്ങളും ചെയ്യാനാണ് അവർ സമയം ചെലവഴിക്കുന്നത്. ഞാൻ മറ്റുള്ള രാജ്യങ്ങളിൽ സന്ദർശിച്ചപ്പോൾ കണ്ടിട്ടുള്ളതിനേക്കാൾ തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ഇവിടെ എനിക്ക് അനുഭവിക്കാനും കാണാനും കഴിഞ്ഞത്. കാരണം ഈ ദ്വീപിലും ഒരു റിസോർട്ടിനെയും അനുബന്ധിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകൾ മാത്രമേ നമുക്കിവിടെ കിട്ടുള്ളൂ. പ്രധാനമായിട്ടും നമ്മൾ ഉൾക്കൊള്ളുന്നത് ഇവിടുത്തെ ഏകാന്തതയും ഇവിടുത്തെ സൗന്ദര്യവും പ്രകൃതി സൗന്ദര്യവും മറ്റുമാണ്. ഇവിടെ പ്രധാനമായിട്ട് എനിക്ക് കാണാൻ സാധിച്ചത് 1-2 റെസ്റ്റോറൻറ്റ്, നല്ല രീതിയിലുള്ള റെസ്റ്റോറൻ്റ് ഉണ്ട്, സ്പാ, അതുപോലെ തന്നെ ലൈബ്രറി, മെഡിക്കൽ സെൻറ്റർ, ഇങ്ങനെ കുറേ പ്രത്യേക കാര്യങ്ങൾ മാത്രമാണ് ഈ റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമുക്കിവിടെ കാണാൻ സാധിച്ചുള്ളൂ. മറ്റന്നാൾ രാവിലെ ഞങ്ങൾക്ക് ഇവിടെ തിരിച്ചു പോകണം. ഞങ്ങളുടെ മടക്ക യാത്രയും അതിനോടനുബന്ധപ്പെട്ട വിവരണങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.